ഹായ് മച്ചാമാരെ, ഈ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ KLT ഫിറ്റ് പ്രോ, ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് വാച്ചുമായി കണക്ട് ചെയ്യാന്ന് പല ആളുകളും നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഹൈനോടെക് ജർമ്മനിയുടെ RW40 തുടങ്ങിയ സ്മാർട്ട് വാച്ചിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് കണ്ടുവരുന്നത്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ചുമായി കണക്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലായിക്കോട്ടെ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലായിക്കോട്ടെ നമുക്ക് അവൈലബിൾ ആണ്. KLT ഫിറ്റ് പ്രോ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്താൽ തന്നെ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ചിന്റെ ഉള്ളിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും ഡയറക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നേരെ ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് നമ്മൾ നേരെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ ഓക്കെ കൊടുക്കുക. അതിന് മുമ്പ് നമ്മുടെ ഫോണിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ അലോ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ നമ്മുടെ ഏജ്, നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഡൺ കൊടുക്കുക. വീണ്ടും നമുക്ക് അലോ കാര്യങ്ങൾ വരും, ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചിൽ നമുക്ക് ഇവിടെ ബ്ലൂടൂത്ത് നമുക്ക് എനബിൾ ചെയ്യണം. നമുക്ക് നേരെ ഇവിടെ ഈ കാണുന്ന സ്മാർട്ട് വാച്ചിൽ നമ്മൾ ബ്ലൂടൂത്ത് എനബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ മൂന്നാമതായിട്ട് ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ കാണുന്ന ആഡ് ഡിവൈസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് ഡിവൈസിൽ വരുമ്പോൾ ഇതുപോലെ ബ്ലൂടൂത്ത് നമുക്ക് സെർച്ച് ചെയ്യുന്ന വഴി കാണാൻ വേണ്ടി സാധിക്കും. ഫ്യൂ സെക്കൻഡുകൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് RW43 എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. വാച്ചിന്റെ ഫോട്ടോ RW43 കണക്റ്റഡ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ കണക്ട് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് മെയിൽ രജിസ്റ്റർ ചെയ്യുക കാര്യങ്ങൾ. മുന്നത്തെ ആപ്ലിക്കേഷൻ നമുക്ക് മെയിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വാച്ച് ഫേസ് സെറ്റിംഗ്സ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ഡയൽ മോഡുകൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഒട്ടനവധി മോഡൽസുകൾ, പ്രത്യേകിച്ചും ലേഡീസിന് ഉപകാരപ്പെട്ട രീതിയിലുള്ള ഒരുപാട് മോഡൽസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് കസ്റ്റം ആയിട്ട് വാച്ച് ഫേസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇവിടെ മുകളിൽ തന്നെ കസ്റ്റം വാച്ച് ഫേസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സെലക്ട് ബാക്ക്ഗ്രൗണ്ട്, ഡയല്, അതുപോലെ തന്നെ ക്ലോക്കിന്റെ ഡയൽ എങ്ങനെ വേണ്ടി, ഡിജിറ്റൽ ഡയൽ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് കസ്റ്റമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് കസ്റ്റമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റം വാൾപേപ്പറുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ താഴെ നമുക്ക് ലോഗോ സെറ്റിംഗ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടേക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ ആരുടെയും ഫോട്ടോ നമുക്ക് ഓൺ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ അതല്ലെങ്കിൽ ഗാലറിയിൽ നിന്നാണെങ്കിൽ താഴെ നമുക്ക് സെലക്ട് ഫ്രം ഫോട്ടോ ആൽബം ഉണ്ട്. അവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാം. പിന്നെ ഇൻകമിംഗ് കോൾസ് കാര്യങ്ങൾ, SMS, അതിന്റെ കളക്ട് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത്. വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ താഴെ ഹോം എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പോർട്സ് മോഡ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സ്പോർട്സ് പരമായ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നമ്മളെ എക്സസൈസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എക്സസൈസ് മോഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. നമുക്ക് ഓട്ടോമാറ്റിക്കലി പോസ് ചെയ്യാനോ വോയിസ് ഫീഡ്ബാക്ക് കൊടുക്കാനോ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ളതാണ് നമുക്ക് വേണ്ടത്, റണ്ണിങ് ആണോ, സൈക്ലിംഗ് ആണോ, നടത്താണോ, ഏതാണ് വേണ്ടത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മുടെ ഡിവൈസ്, പിന്നെ മീ പറഞ്ഞ ഓപ്ഷനാണ്. നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. ഈ ഒരു ഡിവൈസിലാണ് നമ്മളെ വാച്ചിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു ടൈം 24 അവേഴ്സും 12 അവേഴ്സും സെറ്റ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഇപ്പോൾ പുതിയ വരുന്ന വാച്ചിലൊന്നും നമുക്ക് ആപ്ലിക്കേഷൻ മുഖാന്തരമല്ല. ഈ ഒരു വാച്ചിന്റെ സെറ്റിംഗ്സിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ടൈം 12 അവേഴ്സും 24 അവേഴ്സും ഒക്കെ ആക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. കേസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ.